സോ ഈ iQOO 12ന്റെ പ്രൈസ് ആണ് 52,999 രൂപ. ഈ OnePlus 12ന്റെ പ്രൈസ് ആണ് 64,999 രൂപ. എന്ന് വെച്ചാൽ ഈ രണ്ട് ഫോണുകൾ തമ്മിൽ 12,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എന്റെ സൗണ്ടിലും വ്യത്യാസമുണ്ട്, കാരണം ഇപ്പൊ ചെറിയ പനിയും ജലദോഷമൊക്കെ ബാധിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇനി നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. ഞാൻ ഈ പ്രൈസ് ഫസ്റ്റ് തന്നെ പറയാനുള്ള കാരണം എന്താണെന്നറിയാം. OnePlus 12 വില കൂടിയ ഫോണാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. സോ ചില കൂടുതൽ ഫീച്ചേഴ്സും പ്രീമിയം ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എത്രമാത്രം വർത്ത് ആണ്, അതനുസരിച്ച് വേണം നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ. എനിവേ, ഞാൻ എല്ലാ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അതിനു മുൻപ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് ഫോൺസിന്റെ ഡിസൈൻ. ഓക്കെ, ഈ രണ്ട് ഫോൺസിനും ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. മെറ്റലിന്റെ ഫ്രെയിം ആണ് വരുന്നത്. ഈ രണ്ട് ഫോൺസും കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ iQOO 12 ഉണ്ടല്ലോ, ഇതിന്റെ സൈഡിലുള്ള ഫ്രെയിം ഫ്ലാറ്റ് ആണ്. സോ ഒരു ബോക്സി ഫീൽ ആണ് കിട്ടുന്നത്. അതിനപേക്ഷിച്ച് നമ്മുടെ OnePlus 12 ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്നും അത്യാവശ്യം കർവ് വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ എനിക്ക് തോന്നിയത് പേഴ്സണലി OnePlus 12 ഓക്കെ. പിന്നെ നമ്മുടെ iQOO 12 കുറച്ചുകൂടി ഫ്രഷ് ഡിസൈൻ, ഫ്രഷ് ലുക്കിലാണ് വരുന്നത്. OnePlus 12 ആ സെയിം OnePlus 11 ഉണ്ടായിരുന്ന എക്സാക്ട്ലി അതേ ഡിസൈൻ ഒന്നോടെ OnePlus റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ സജഷൻ ആയിരിക്കും ഈ iQOO 12ന്റെ വൈറ്റ് വേരിയന്റും പിന്നെ OnePlus 12ന്റെ ആ ഒരു ഗ്രീൻ മാർബിൾ വേരിയന്റും, ആ രണ്ട് കളർ ഓപ്ഷൻസ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വളരെ യുണീക് കളർ ഓപ്ഷൻസ് ആണ്. എൻ്റെ കയ്യിലുള്ളത് ഈ ബോറിംഗ് ബ്ലാക്ക് കളർ ഓപ്ഷൻസ് ആണ് ഈ രണ്ട് ഫോൺസിന്റെ. നിങ്ങൾക്ക് ബ്ലാക്ക് മതിയെങ്കിൽ ഇത് നോക്കാം, പക്ഷേ എന്റെ സജഷൻ ആയിരിക്കും മറ്റേ രണ്ട് കളർ ഓപ്ഷൻസ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും. സോ ഈ ഡിസൈൻ ആൻഡ് ബിൽഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ OnePlus 12 ചില എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഒരു എക്സ്ട്രാ മണി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചില എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ Gorilla Glass Victus 2ന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. iQOO 12ന്റെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെയും ആ ഒരു സ്കോട്ട് സെൻസേഷൻ അപ്പിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും Gorilla Glass ആണ് കുറച്ചും കൂടി ബെറ്റർ. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലും പ്രൊട്ടക്ഷൻ ഉണ്ട്. OnePlus 12 Gorilla Glass Victusന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെ അങ്ങനെ iQOO 12 ബാക്കിൽ പ്രൊട്ടക്ഷൻ ഒന്നും വരുന്നില്ല. ഗ്ലാസ് ബാക്ക് ആണെങ്കിൽ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ iQOO 12 അങ്ങനെ പ്രത്യേകിച്ച് IP റേറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. OnePlus 12 IP68 ഇല്ലെങ്കിലും IP65 റേറ്റിംഗ് എങ്കിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ iQOO 12 ഉള്ള ഹാപ്റ്റിക്സ് ഉണ്ടല്ലോ, നല്ലതാണ്, നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ OnePlus 12ന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ OnePlus 12 വേണ്ടി കൊടുക്കുന്ന എക്സ്ട്രാ ക്യാഷ് ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് OnePlus ചില എക്സ്ട്രാ പ്രീമിയം ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സ്ട്രാ ഫീച്ചേഴ്സ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അതനുസരിച്ച് വേണം നിങ്ങൾ കാശ് മുടക്കാൻ. സോ നിങ്ങൾ ആ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സിന് വേണ്ടി കാശ് മുടക്കാൻ തയ്യാറാണോ? ഈ രണ്ട് ഫോൺസിലും നല്ല ക്വാളിറ്റി ഉള്ള AMOLED ഡിസ്പ്ലേ ആണ് ഈ രണ്ട് ബ്രാൻഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ iQOO 12 അപേക്ഷിച്ച് OnePlus 12 പൊടിക്ക് കുറച്ചും കൂടി വലിയ സൈസ് ഉള്ള ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അതുകൂടാതെ ഡിസ്പ്ലേ റെസൊല്യൂഷനിൽ വ്യത്യാസമുണ്ട്. iQOO 12 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. OnePlus 12 2K റെസൊല്യൂഷൻ അല്ലെങ്കിൽ Quad HD+ റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ്. ഓക്കെ, പ്രാക്ടിക്കലി അങ്ങനെ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. യെസ്, ചില വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ചില ഫ്രെയിംസിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും OnePlus 12 കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളതുപോലെ തോന്നും. പക്ഷേ അത് വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. ഈ രണ്ട് ഫോൺസിന്റെ ഡിസ്പ്ലേ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ഡിസ്പ്ലേസ് ആണ്, കാരണം നല്ല ബ്രൈറ്റ് ആണ്. ബട്ട് ഇതൊരു കമ്പാരിസൺ വീഡിയോ ആയതുകൊണ്ട് എടുത്ത് പറയുകയാണ്, iQOO 12ന്റെ ഡിസ്പ്ലേ 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. OnePlus 12 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ OnePlus 12ന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ എന്തോ ഒരു ബഗ് ഉണ്ട്, ആ ഒരു ബ്രൈറ്റ്നസ് അങ്ങ് തെളിഞ്ഞു വരുന്നില്ല. സോ ഔട്ട്ഡോർ ഞാൻ കാണിച്ചു തരാം വീഡിയോ. ഒക്കെ ഔട്ട്ഡോർ വീഡിയോസ് കാണുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ബ്രൈറ്റ്നസ് ആണ് രണ്ട് ഫോൺസിനും കിട്ടുന്നത്. രണ്ടിലും 120 ഹെർട്സിന്റെ LTPO പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ രണ്ട് ഫോൺസും ഇതാ കണ്ടില്ലേ, 1 ഹെർട്സ് ടു 120 ഹെർട്സ് റിഫ്രഷ് ആവുന്നുണ്ട്. യെസ്, iQOO പറയുന്ന അനുസരിച്ച് iQOO 12 144 ഹെർട്സ് ഉണ്ട്. ദാറ്റ് ഇസ് ട്രൂ. ദിസ് ഇസ് കേപ്പബിൾ ഓഫ് 144 ഹെർട്സ്. പക്ഷേ അത് ചില ഗെയിംസ് കളിക്കുമ്പോൾ മാത്രമേ 144 ഹെർട്സ് വരുന്നുള്ളൂ. അല്ലെങ്കിൽ നോർമൽ യൂസിലൊക്കെ 120 ഹെർട്സ് ആയിട്ട് കരുതിയാൽ മതി. ഈ രണ്ട് ഫോൺസിലും ആ ഒരു ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് കുറയ്ക്കാനുള്ള PWM ഡിമ്മിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫോൺസും HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ കേപ്പബിൾ ആണ്. സോ നിങ്ങൾക്ക് HDR വീഡിയോസ് ആസ്വദിക്കാൻ പറ്റും. എന്നാൽ OnePlus 12 മാത്രമേ ആ ഒരു ഡോൾബി വിഷന് വേണ്ടിയുള്ള സപ്പോർട്ട് വരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ മെയിൻ വ്യത്യാസം എന്താണെന്ന് അറിയാം. ഒരു നോർമൽ ആണ് ശ്രദ്ധിക്കാൻ പോകുന്ന വ്യത്യാസം അതാണ്. ഇവിടെ കർവ് ഡിസ്പ്ലേ ആണ്, ഇവിടെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അത് വലിയൊരു ഘടകം തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ താല്പര്യം, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണോ അതോ കർവ് ഡിസ്പ്ലേ ആണോ? രണ്ടിനും പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് ഫോൺസിലും നല്ലോണം പെർഫോം ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കൂടുതലും വീഡിയോസും പിന്നെ പോഡ്കാസ്റ്റ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ iQOO 12ന്റെ സ്പീക്കർ ഇഷ്ടപ്പെടും, കാരണം ഭയങ്കര ലൗഡ് ആണ്. അതേ സമയത്ത് നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ OnePlus 12 ആയിരിക്കും ബെറ്റർ. കുറച്ചും കൂടി ഡെപ്തും ബേസ് ഒക്കെ കൂടുതൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് OnePlus 12ന്റെ സ്പീക്കറിലൂടെയാണ്. ഓക്കെ, iQOO 12 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. OnePlus 12 5400 mAh ബാറ്ററിയാണ് വരുന്നത്. സോ അതിന്റെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. iQOO 12ന്റെ ബാറ്ററി ബാക്കും അടിപൊളിയാണ്, നോ കംപ്ലൈൻസ്. എന്നാൽ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു മേൽക്കൈ നമുക്ക് OnePlus 12 ഉണ്ട്. ആ ഒരു എക്സ്ട്രാ 400 mAh വരുന്നതുകൊണ്ട് iQOO 12 120 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ OnePlus 12 100 വാട്ട് ആണ്. ഓക്കെ, മാക്സിമം ചാർജിംഗ് സപ്പോർട്ട്. എന്നാൽ നമ്മൾ ഈ OnePlus 12 വേണ്ടി കൊടുക്കുന്ന
കൊടുക്കുന്ന എക്സ്ട്രാ പൈസ ഉണ്ടല്ലോ, അതിന്റെ എക്സ്ട്രാ ചില ഫീച്ചേഴ്സ് ഇവിടെയും വരുന്നുണ്ട്. അതായത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ OnePlus 12. സോ 50 വാട്ടിന്റെ എയർ വോക്ക് ചാർജിങ്ങിന്റെ സപ്പോർട്ട് OnePlus 12 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് OnePlus 12 വരുന്നുണ്ട്. ഞാൻ പേഴ്സണലി വയർലെസ് ചാർജിങ് ഉപയോഗിക്കാറില്ല, സോ എനിക്കത് വലിയൊരു ബൈയിങ് ഫാക്ടർ ആവുന്നില്ല. പക്ഷെ ഇപ്പം കാറുകളിൽ വരുന്നുണ്ടല്ലോ ഈ വയർലെസ് ചാർജിങ് പാഡ്, സോ നിങ്ങൾക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ OnePlus 12 ആയിരിക്കും നിങ്ങളുടെ ചോയ്സ്. അതല്ല, ഇഫ് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ, അപ്പോൾ iQOO 12 മതി ആക്ച്വലി. ഈ രണ്ട് ഫോൺസിലും ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 14 കൊടുത്തിട്ടുണ്ട്. iQOOയിൽ FunTouch OS 14 ആണ്, OnePlusൽ അറിയാലോ Oxygen OS 14 ആണ് വരുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിൽ FunTouch OSൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഡിസൈൻ ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും കുറെ പുതിയ കാര്യങ്ങൾ iQOO ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. Oxygen OS പണ്ടത്തെ Oxygen OS ഒന്നും അല്ല. ഓക്കെ, ബേസിക്കലി കളർ OS ആണ്. സെറ്റിംഗ്സ് എടുത്ത് നോക്കിയാലും ഈവൻ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് ബേസിക്കലി കളർ OS. അതിന്റെ മേളിൽ Oxygen OSന്റെ ഒരു സ്കിൻ അവരിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഒരു കാര്യം എനിക്ക് വീടായിട്ട് തോന്നി, ഈ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡിൽ വന്നൊരു ഫീച്ചർ ഇല്ലേ, നമുക്ക് ഈ ലോക്ക് സ്ക്രീൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ, അത് iQOOയിൽ വരുന്നുണ്ട്. കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ലോക്ക് സ്ക്രീൻ എഡിറ്റ് ചെയ്യുന്ന ഫീച്ചർ OnePlusൽ ഇതുവരെ OnePlus കൊടുത്തിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. എന്നാൽ OnePlusൽ Oxygen OS ഉള്ളതുകൊണ്ട് ഒരു തരത്തിലുള്ള ബ്ലോട്ട്വെയർസ് അല്ലെങ്കിൽ ഈ അനാവശ്യമായ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പണ്ട് iQOOയുടെ ഫോൺസിൽ ഈ ഹോട്ട് ടാബ്സും ഹോട്ട് ഗെയിംസ് ഒക്കെ വരുമായിരുന്നു. ഇപ്പോൾ iQOO എടുത്ത് മാറ്റി. ഓക്കെ, ദാറ്റ്സ് വെരി നൈസ്. ഇപ്പം വരുന്നില്ല. എന്നാലും തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഒക്കെ അത്യാവശ്യമുണ്ട്. അതൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ OnePlus ആണ് വിന്നർ. 4 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് OnePlus പ്രോമിസ് ചെയ്തിട്ടുണ്ട്. iQOOയിൽ 3 വർഷത്തെ അപ്ഡേറ്റ് ആണ് കിട്ടുന്നത്. ഈ രണ്ട് ഫോൺസിലും എക്സാക്ട്ലി സെയിം ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയ Snapdragon 8 Gen 3 ആണ് വരുന്നത്. ഈവൻ റാം ആൻഡ് സ്റ്റോറേജ് വേരിയൻസും ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. LPDDR5X റാം ഉണ്ട്, UFS 4.0 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഫോണുകളുടെ പെർഫോമൻസ് അളക്കുന്ന ഒരു ആപ്പ് ഉണ്ടല്ലോ AnTuTu, അത് റൺ ചെയ്ത് നോക്കിയപ്പോൾ iQOOയിലാണ് കൂടുതൽ സ്കോർ കിട്ടിയത്. സോ പ്യൂർ പെർഫോമൻസും ഗെയിമിംഗിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ iQOO 12 ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഫോൺ. ഓക്കെ, ഇവിടെ OnePlusനും ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു ചെറിയ വ്യത്യാസം നോക്കുകയാണെങ്കിൽ iQOO 12 ആണ് ബെറ്റർ. പിന്നെ ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കിഡിലൻ പെർഫോമൻസ് ആണ് iQOO 12 കിട്ടുന്നത്. ഈ രണ്ട് ഫോൺസിലും 90 FPS വേണ്ടിയുള്ള സപ്പോർട്ട് ഈ പറഞ്ഞ ബ്രാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഹെവി ഗെയിം എന്ന് പറയപ്പെടുന്ന ഗെൻഷിൻ ഇമ്പാക്ട് ഉണ്ടല്ലോ, അവിടെയും നല്ല സ്മൂത്ത് 60 FPS ഗെയിം പ്ലേ കിട്ടുന്നുണ്ട് ഈ രണ്ട് ഫോൺസിലും. ഈ രണ്ട് ഫോൺസിലും 50 മെഗാ പിക്സലിന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, കണ്ടു നോക്കുക. നമ്മൾ നോർമൽ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഫോട്ടോ കണ്ടോ, എക്സാക്ട്ലി സെയിം ഫോട്ടോ പോലെയാണ് തോന്നുന്നത്. അതായത് ഒരേ സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോസ് പോലെയാണ് തോന്നുന്നത്. ചില ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സിമിലർ ആണ്. എന്നാൽ മെയിൻ വ്യത്യാസം വരുന്നത് കോൺട്രാസ്റ്റിലും കളറിലാണ്. ഈ ഫ്ലവേഴ്സിന്റെ ഫോട്ടോ കണ്ടു നോക്കുക, വ്യത്യാസം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. iQOOയുടെ ഫോട്ടോയിൽ ആ ഒരു എഡിറ്റഡ് ഫീൽ ഉണ്ട്, ചെറിയൊരു ബൂസ്റ്റഡ് കളേഴ്സും കോൺട്രാസ്റ്റും ഈവൻ വാം ടോണും വരുന്നുണ്ട്. OnePlusന്റെ ഫോട്ടോ കുറച്ചുകൂടി നാച്ചുറൽ ആണ്. ഓക്കെ, ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴും ഇതേ സാധനം അവിടെ നമുക്ക് കാണാം. അതായത് ഇതാണ് 1x, ഇതാണ് 3x പോർട്രേറ്റ്, ഇതാണ് 1x പോർട്രേറ്റ്, 3x പോർട്രേറ്റ്, കണ്ടില്ലേ? പിന്നെ iQOOയുടെ ഫോട്ടോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ രണ്ട് ഫോട്ടോസ് കണ്ടാൽ ക്ലിയർലി അറിയാൻ പറ്റും. എന്നാൽ OnePlusന്റെ ഫോട്ടോയിൽ ചെറിയൊരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഡിപ്പെൻഡ്സ്, നിങ്ങൾക്ക് ഏതുതരം ഫോട്ടോസ് ആണ് ഇഷ്ടം അതനുസരിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈവൻ നൈറ്റ് ഫോട്ടോസിലും iQOOയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അതിന് നല്ല കത്തലുണ്ട്. അതായത് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസും ഇങ്ങനെ കളേഴ്സ് കത്തി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. OnePlusന്റെ ഫോട്ടോ കുറച്ചുകൂടി സ്മൂത്ത് ആണ്, കുറച്ചുകൂടി നാച്ചുറൽ നൈറ്റ് മോഡ് OnePlusന് കിട്ടുന്നുണ്ട്. നൈറ്റിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് ഉണ്ടല്ലോ, അതിൽ 1x ഓക്കെ ആണ്. പക്ഷേ 3x എടുക്കുമ്പോൾ iQOOയുടെ ഫോട്ടോയിൽ എന്തോ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു ഭയങ്കരമായിട്ട് ബൂസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതായത് ഈ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സ്മൂതൻ ചെയ്യുന്നുണ്ട്. എന്തോ സംഭവം ഉണ്ട്. അത് iQOO അപ്ഡേറ്റിലൂടെ റെഡി ആക്കണം. ഓക്കെ, സോ വീഡിയോ ക്വാളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ OnePlus ആണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ക്ലിയർ വിന്നർ. ഓക്കെ, പ്രത്യേകിച്ചും സെൽഫി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ iQOO 12 ഈ സെൽഫി വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. സോ നല്ല കുലുക്കം നമുക്ക് അതിന്റെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് OnePlus നല്ല സ്റ്റേബിൾ ആണ്. പിന്നെ 4K 30 FPS റെസൊല്യൂഷൻ OnePlusൽ കിട്ടുന്നുണ്ട്. ഇവിടെ iQOOയിൽ 1080p 30 FPS ആണ്. ഈവൻ മെയിൻ ക്യാമറ വീഡിയോ ആണെങ്കിലും രണ്ടും നൈസാണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ എന്നോട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ OnePlusന്റെ വീഡിയോ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ രണ്ട് ഫോൺസിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. OnePlus 12 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കുറച്ചും കൂടി കംഫർട്ടബിൾ പൊസിഷനിലാണ് വരുന്നത്. ഓക്കെ, ഈ രണ്ട് ഫോൺസിലും IR ബ്ലാസ്റ്റോ ഉണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ച് AC TV കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള റിമോട്ട് ആപ്ലിക്കേഷൻ രണ്ട് ഫോൺസിലും വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ OnePlus 12 USB സ്ലോട്ട് ഉണ്ടല്ലോ, ഈ പോർട്ടും അത് USB 3.2 ആണ്. ഇവിടെ USB 2.0 ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റേ ഫോണിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഹാർഡ് ഡിസ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് PC ലാപ്ടോപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽസ് ഒക്കെ ഒരുപാട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് OnePlus 12 ഏകദേശം 3 ഇരട്ടി സ്പീഡ് കിട്ടും. 5G റിസപ്ഷൻ ആണെങ്കിലും കോൾ ക്വാളിറ്റി ആണെങ്കിലും സ്പീഡ് ആണെങ്കിലും രണ്ട് ഫോൺസിലും നല്ലതാണ്. ഈ രണ്ട് ഫോൺസിലും അനൗൺസ്മെന്റ് ഇല്ലാത്ത കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. നമ്മുടെ iQOO 12 ഓൾറെഡി ആ ഒരു വിവോയുടെ ഡയലർ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. ഇവിടെ OnePlus 12 ഔട്ട് ഓഫ് ദ ബോക്സ് ഗൂഗിൾ ഡയലർ ആണ് വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു കളർ വോയിസിലുള്ള ഡയലർ ഉണ്ടല്ലോ, ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ ഈ iQOO 12 ഉണ്ടല്ലോ, ഇത് ബേസിക്കലി ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ആണ്.
എന്ന് വെച്ചാൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ കിട്ടുന്ന അതേ പെർഫോമൻസ്, അതേ ഓപ്റ്റിമൈസേഷൻ ഇവിടെ കിട്ടും. എന്നാൽ ആ പറഞ്ഞ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പെർഫോമൻസും ആ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ മതിയെങ്കിൽ തീർച്ചയായിട്ടും കിടിലൻ ഫോണാണ്. പ്രത്യേകിച്ചും ഗെയിമിംഗ് പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു iQOO 12 വരുന്ന പ്രൈസിൽ ദി ബെസ്റ്റ് ഫോൺ ആയിരിക്കും ഈ iQOO 12. OnePlus 12 ഒരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഇതിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഇസ് എ പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫോൺ. നമ്മൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പ്രതീക്ഷിക്കുന്ന എക്സ്ട്രാ പ്രീമിയം ഫീച്ചേഴ്സ്, ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ, വയർലെസ് ചാർജിംഗ്, റിവേഴ്സ് വയർലെസ് ചാർജിംഗ്, USB 3.2 പോർട്ട്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ്, IP65 റേറ്റിംഗ്. നിങ്ങൾ ഒരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഐഫോൺസും സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണിന് അത്രയും നിങ്ങളുടെ ബഡ്ജറ്റ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു ഫോണാണ് OnePlus 12. ഓക്കെ, സോ ഈ രണ്ട് ഫോൺസിൽ നിങ്ങളുടെ സെലക്ഷൻ ഏതായിരിക്കും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.